സൗദി അറേബ്യയിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് ജിദ്ദ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ ഈ CD അവിടെയുള്ള അറബികൾക്ക് അതുപോലെ അവിടുത്തെയുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ ഇവരെ മുജാഹിദ് നേതാക്കൾ വിതരണം ചെയ്യുന്നതാണ്. എന്തിന്? പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അവര് മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് വരുത്തിയിട്ട് അവരുടെ അന്നം മുട്ടിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട യതീമുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട മുതല്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം മുടക്കാൻ വേണ്ടി വലിയ ഗൂഢതന്ത്രത്തോടെ മുജാഹിദ് നേതാക്കൾ ചെയ്ത ഒരു കുബുദ്ധിയുടെ ഫലമായിട്ടാണ് ഈ CD ഗൾഫ് രാഷ്ട്രങ്ങളിൽ പുറത്തിറങ്ങിയത്. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ കാണുക. അറബിയിലാണ് അതിന്റെ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊന്ന് കാണുക. ഇലാ അസ്ഹാബിൽ ഫുദലാഇൽ കിറാം അസ്ഹാബിൽ ഖൈരി വൽ ജൂദി ഫീ സബീലിദ് ദീൻ വദ്ദഅവ. السلام عليكم ورحمة الله. إن ولاية كيرلا ولاية آهلة بالمسلمين في جنوب الهند، وفيها أنشطة كثيرة تنسب إلى الإسلام، كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة. എന്താ പറഞ്ഞതെന്നറിയോ? പ്രമുഖരായ മാന്യരായ ആളുകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വാഭാവികമായും അറബിയിലുള്ളതായതുകൊണ്ട് അത് അറബികൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രഭയുള്ള ഒരു നാടാണ്. അത് ആമുഖം പറഞ്ഞതാണ്. കേരളത്തെ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ പരിചയപ്പെടുത്താനുള്ള ഒരു ആമുഖം. എന്നിട്ട് പറയുന്നത് ധാരാളം പള്ളികളും മദ്രസകളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളം. ബാക്കി കേട്ടോ. ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة من الخرافات والبدعات التي توقع الأبرياء المسلمين إلى الشرك. نعوذ بالله. എങ്കിലും വളരെ വിഷമത്തോടെ ഞാൻ പറയും. എന്താണ് പറയുന്നത്? കേരളത്തിലുള്ള അധിക പള്ളികളും മദ്രസകളുമൊക്കെ ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാകുന്നു. ബാക്കി പറയാം. نعوذ بالله. كذلك المساجد كثير منها مراكز الطقوس البدعية وملحقة بالأضرحة. ومن هذه المراكز البدعية في منطقة ملابورم مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء. എന്താ പറഞ്ഞത്? പിന്നെ നമ്മുടെ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളെയും അറബികൾക്ക് പരിചയപ്പെടുത്തുക. എന്നിട്ട് ആ കൂട്ടത്തിൽ ആദ്യമായി പറയുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ മർക്കസ്, ഈ സ്ഥാപനം ഇത് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കേന്ദ്രമാകുന്നു എന്ന് പാവപ്പെട്ട അറബികൾക്ക് പഠിപ്പിക്കുകയാണ്. അതെന്തിനാ? ഏതെങ്കിലും ഒരു മുതാലിമിന് കിട്ടുന്ന ഭക്ഷണം മുടക്കാൻ വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ചില കുതന്ത്രങ്ങളാണ് അതിന്റെ പിന്നിൽ. എന്നിട്ട് ബാക്കി ധാരാളം പറയുന്നുണ്ട്. ഞാൻ വിശദമാക്കുന്നില്ല, കുറച്ചുകൂടി കാണിക്കും. وصلوات وأذكار واستغاثة لغير الله تعالى. وبأموال هذه الأضرحة تدار المدارس والكليات والمعاهد والمساجد. وخريج هذه المعاهد അത് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് മലപ്പുറത്തെ മഅ്ദിനാണ് കാണിക്കുന്നത്. അപ്പൊ ഖലീൽ തങ്ങളുടെ സ്ഥാപനം, അതിൽ നിന്ന് പുറത്തു വരുന്നവരും മൊത്തം മുശ്രിക്കീങ്ങളും ശിർക്കിന്റെ പ്രചാരകരുമാണ് എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ ഇടയിൽ അവർ കാണിച്ച പരിപാടി നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് അതുപോലെ പല സ്ഥലങ്ങളിലേക്കും ട്രെയിൻ കയറിയിട്ട് അവിടെ ഏതെങ്കിലും ജാഹിലുകളായ ആളുകൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും ഖബറിനെ ആ രൂപത്തിൽ ആരാധന സമർപ്പിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടുവന്നിട്ട് ഇതാ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മൊത്തം ചെയ്യുന്നത് ഇതാണ്, അവർ ഖബറാരാധകരാണ്, ഖബറിനെ പൂജിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് ഈ സമുദായത്തെ മൊത്തം നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ശരിക്കും കാഫിറുമാക്കാനുള്ള ഒരു ഗൂഢശ്രമം, അതും അറബികൾക്കിടയിൽ. അറബികൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ നല്ല മതിപ്പുള്ളവരാണ്, അവരുടെ ഇടയിൽ പോലും പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം പിന്നെ വരുന്നത് പാണക്കാട്ടേക്കാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കും. തങ്ങളാ തങ്ങൾ അവരുടെ വീടാണ് പിന്നെ കാണിക്കുന്നത്.
ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഇത്തരം ഖുറാഫിയും മുശ്രിക്കുമാകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. എന്നിട്ടൊരു വാക്കുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കി പറഞ്ഞു. يأتي الناس إلى منزله للتبرك ولشراء التمائم والتبلا وإنه وأسرته من أنصار البدع والخرافات في ربوع كيللا مع أنه سياسي معروف. കൃത്യമായി എന്നാണ് അയാൾ വായിച്ചത്. തെറ്റാണ്. പോട്ടെ. ശിഹാബ് തങ്ങളും ശിഹാബ് തങ്ങളുടെ കുടുംബവും മൊത്തം ശിരിക്കും കാഫിറുമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു ശിഹാബ് തങ്ങൾ ഒരു അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, എന്നാലും കുഴപ്പമില്ല, മൂപ്പർ ശിർക്കിന്റെ വാഹകനാണ് എന്ന് വളരെ ശക്തമായി പരിചയപ്പെടുത്തുന്നത് ഇന്നും സൗദി അറേബ്യയിലും UAE-യിലും അതുപോലെ ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ അറബികളുടെ വീടുകൾ കയറിയിറങ്ങി മുജാഹിദ് നേതാക്കൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ സമുദായത്തെ മുഴുവനും മുശ്രിക്കാക്കുന്ന ഈ ഏർപ്പാട് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. എന്താണെന്നറിയോ, ഈ മലയാളത്തിൽ പറയുന്നത് ഒരാൾ സുന്നിയാകുന്നതിനേക്കാൾ നല്ലത് അയാൾ നിരീശ്വരവാദിയാവലാണ് എന്ന് വരെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, ഇത് ബുദ്ധിയുള്ളവരോടാണ് പറയുന്നത്, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് മരിച്ചു പോവണ്ടേ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ വിജയിക്കണ്ടേ. ആരാ നിരീശ്വരവാദി എന്നാൽ ദൈവം തന്നെ ഇല്ല, അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരാണ് സുന്നികളൊക്കെ നല്ലത്. സുന്നി എന്ന് പറയുമ്പോൾ എല്ലാ സുന്നിയും അവർക്ക് കണക്കാണ്, AP കണക്കാണ്, EK കണക്കാണ്. അത് അയാൾ തന്നെ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നിരീശ്വരവാദിയായാൽ കുഴപ്പമില്ല, സുന്നിയാവരുത് എന്ന് പറയുന്ന മുജാഹിദ് നേതാവിന്റെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു. അല്ലാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായ. കണ്ടോ നിങ്ങൾ? അപ്പൊ ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. എന്ത് നിരീശ്വരവാദി ആയാൽ പോലും സുന്നിയാകരുത് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു പോകരുത്, ഞങ്ങളൊരു തെറ്റും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് പറയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് ക്ലിപ്പുകളും മറുപടിയും ഒക്കെ ആവശ്യാനുസരണം വരും. ചോദിക്കുമ്പോൾ വരും 3 നിബന്ധന ഞാൻ അടിവരയിടുന്നു. ഒന്ന്, ചോദിക്കേണ്ടത് സുന്നികളല്ല, അത് ജമാഅത്തായാലും കുഴപ്പമില്ല, തബ്ലീഗായാലും കുഴപ്പമില്ല, ഇനി ആരായാലും കുഴപ്പമില്ല. അപ്പൊ സുന്നികളും സുന്നികൾ അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. പറഞ്ഞതിന്റെ അർത്ഥം രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഗ്രൂപ്പ് തർക്കങ്ങളോ ഫിഖഹിന്റെ മസ്അലകളോ ചോദിച്ചാൽ തൽക്കാലം മറുപടി ഇപ്പോൾ പറയുന്നതല്ല, ഇത് അതിനുള്ള വേദിയല്ല എന്നാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ആർക്കും ചോദിക്കാം. മുജാഹിദ് സുഹൃത്തുക്കൾക്ക് മുൻഗണന. ഇനി ഒരു സുന്നി തന്നെ ചോദിച്ചാൽ അത് ഓക്കെ. അതൊക്കെ ഞാൻ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഏതെങ്കിലും മുഖാമുഖത്തിൽ സുന്നി സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. സംശയമുള്ള ആർക്കും ചോദിക്കാം. ഇനി സംശയമില്ലെങ്കിൽ തന്നെ ഒരാള് പറഞ്ഞു കേട്ട സംശയം അതും ചോദിക്കാം. ചോദിച്ചതുകൊണ്ട് ഒരാൾ മുജാഹിദാണെന്നോ ജമാഅത്താണെന്നോ ആരും വിലയിരുത്തുകയുമില്ല. അതൊന്നുമില്ല, സ്വതന്ത്രമായി ചോദിക്കാം. ഇത്ര ചോദ്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, മനസ്സിലാവോളം ചോദിക്കുക എന്നതാണ്. അപ്പൊ അതാണ് രണ്ടാമതായി നമുക്ക് പറയാം. മൂന്നാമതായി പറയുന്നു ചോദ്യത്തിന്റെ